ശബരിമലയുടെ അന്തരീക്ഷത്തിലാകെ എപ്പോഴും ചന്ദനത്തിൻ്റെയും നെയ്യിൻ്റെയും കർപ്പൂരത്തിൻ്റെയും കത്തുന്ന നാളികേരത്തിൻ്റെയും എല്ലാം സുഗന്ധം അലയടിച്ചുകൊണ്ടേയിരിക്കും. വൃശ്ചികമാസം 1-ാം തീയതി മുതൽ അനുഷ്ഠിച്ചു പോന്ന വ്രതത്തിന്റെ സാഫല്യം സന്നിധാനത്തെത്തുമ്പോൾ തീർത്ഥാടകർക്ക് സംപ്രാപ്തമാകുന്നു. കുന്നും മലയും കയറിയിറങ്ങി ദീർഘവും കഠിനവുമായ യാത്ര ചെയ്തത് ഈ പുണ്യദർശനത്തിനു വേണ്ടി മാത്രമാണ്. ഈ ചൈതന്യവത്തായ അന്തരീക്ഷത്തിലാണ് സത്യമായ പൊന്നു 18-ാം പടിക്കുമേലെ സ്വാമി അയ്യപ്പന്റെ ദർശനം ഭക്തന് സാധ്യമാകുന്നത്. ശരം കുത്തിയാൽ മുതൽക്കു തന്നെ ഭക്തസഹസ്രങ്ങൾ പൊരിവെയിലിനെ പൂനിലാവ് പോലെ കരുതി ഭഗവത് ദർശനത്തിനായി വരിയായി നിൽക്കുന്നുണ്ടാവും. ക്ഷേത്രത്തിലെ ശംഖനാദവും നാഗസ്വരം, ചെണ്ട മുതലായ വാദ്യങ്ങളുടെ ഘോഷവും വെടിനാദവും ആനന്ദസ്വരൂപനെ ദർശിക്കുവാൻ ഇനി താമസമില്ലെന്ന് അറിയിക്കുന്നുണ്ടാവും. കർപ്പൂരം, ഭസ്മം, ചന്ദനം മുതലായവയുടെ സുഗന്ധം വഹിച്ചുകൊണ്ട് ഇളം കാറ്റ് ഭക്തജനങ്ങളുടെ ക്ഷീണമകറ്റും. അങ്ങനെ എല്ലാവിധത്തിലും ഭക്തിഭാവനയെ ദീപ്തമാക്കുകയും മനഃശാന്തി പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിൽ ഭക്തൻ എത്തിച്ചേരുന്നു. മണികണ്ഠൻ എന്നും കലിയുഗ വരദൻ എന്നും കാന്താര ദീപമെന്നും കാനനവാസനെന്നും ഭൂതനാഥനെന്നും ധർമ്മശാസ്താവെന്നും സ്വാമി അയ്യപ്പനെന്നും വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഹരിഹരസുതന്റെ ദർശനത്തോടെ ഭക്തലക്ഷങ്ങൾ വ്രതസാഫല്യം നേടുന്നു. യാത്രക്കിടയിൽ അനുഭവിച്ച പ്രയാസങ്ങളെല്ലാം മറന്ന് അലൗകികമായ ഒരു ദിവ്യാനുഭൂതിയിൽ മുഴുകുവാൻ ശബരിമല സന്നിധാനത്തെ അന്തരീക്ഷം പ്രേരകമാകുന്നു. പരസഹസ്രം കണ്ഠങ്ങളിൽ നിന്നും നിർഗളിക്കുന്ന ശരണം വിളികൾ കേട്ടുകൊണ്ട് സ്വന്തം ശബ്ദവും അതിൽ അലിയിച്ചുകൊണ്ട് 18-ാം പടിയുടെ ചുവട്ടിലെത്തുന്ന ഭക്തൻ ശരണം വിളികളോടെ പടി കയറുന്നു. സ്വാമി അയ്യപ്പനെ ദർശിച്ചുകൊണ്ട് ആത്മസായുജ്യം നേടുന്നു. സ്വാമിയെ ശരണമയ്യപ്പ എന്ന അതിദിവ്യമായ മന്ത്രധ്വനിയിൽ സന്നിധാനമാകെ അലിഞ്ഞു ചേരുന്നു. Presented by Chaikari Kazhakoottam near Infosys Thiruvananthapuram.